എന്താണ് സനാതനം? അത് ഗീതയിൽ ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട്. അർജുനൻ പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും ഒക്കെയാണ്. പക്ഷേ ഭഗവാൻ സനാതന ധർമ്മത്തിന് നിർവചനം നൽകുന്നുണ്ട്. അതെന്താണ്? അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ? അതായത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതേതോ അത് സനാതനമാണ്. ആദിയും അന്തവും ഇല്ലാത്തത്, അന്തവും കുന്തവും ഇല്ലാത്തതെന്നല്ല, ആദിയും അന്തവും ഇല്ലാത്തത്, എന്നും നിലനിൽക്കുന്നത്. ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയെയാണ് സനാതന ധർമ്മം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്ന സനാതനം എന്താണ്? അച്ഛേദ്യം. അച്ഛേദ്യം എന്ന് പറഞ്ഞാൽ ഛേദിക്കാൻ പറ്റാത്തത്, വാളുകൊണ്ട് അതിനെ മുറിക്കാൻ പറ്റില്ല, അച്ഛേദ്യം. അദാഹ്യം, അഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, അദാഹ്യം. അക്ലേദ്യം, ജലം കൊണ്ട് അതിനെ കുതിർക്കാൻ പറ്റില്ല, അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം. അശോഷ്യം, വായുവിനെ കൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ പറ്റില്ല. അപ്പം അച്ഛേദ്യമാണ്, അദാഹ്യമാണ്, അക്ലേദ്യമാണ്, അശോഷ്യമാണ്. നിത്യ സർവഗത സ്ഥാണുഹു, നിത്യമാണ്. അതൊരു കാലത്തുണ്ടായി പിന്നെ ഇല്ലാതെയായതാണോ? അല്ല. അതുകൊണ്ടാണ് അതിന് ആദിയും അന്തവും ഇല്ലാത്തത്. അപ്പം അത് നിത്യമാണ്. നിത്യ സർവഗത, അതെവിടെയാണ്? ഏതോ ഇടത്താണോ? അല്ല, അതെല്ലായിടത്തും ഉള്ളതാണ്, സർവഗതമാണ്. അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം, അശോഷ്യം, നിത്യ സർവഗത സ്ഥാണുഹു, ചലനമില്ലാത്തതാണ്. ഇങ്ങനെയുള്ളത് ഏതാണോ? അച്ഛേദ്യോയം അദാഹ്യോയം അയം, ഇത് പറയാണ്, അതിനെക്കുറിച്ച് പറയാ. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗത സ്ഥാണുഹു അചലോയം, ചലനമില്ലാത്തത്, അചലോയം സനാതന. അപ്പം അതാണ് അർജുന സനാതനം. അതാണ് നീയും ഞാനും ഈ കാണായതെല്ലാം അതാണ്. അപ്പം മാറുന്നത് എന്താണ്? മാറുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമങ്ങളും രൂപങ്ങളുമാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇവിടുത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മ പ്രചാരകനായിരുന്നുവോ? സനാതന ധർമ്മമാണോ ശ്രീനാരായണ ഗുരുദേവൻ പ്രചരിപ്പിച്ചത് എന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സനാതനം എന്നാൽ എന്ത് എന്നതാണ്. വേദാന്ത ചിന്തയിൽ അതിതാണ്. അച്ഛേദ്യമാണ്, അദാഹ്യമാണ്, അക്ലേദ്യമാണ്, അശോഷ്യമാണ്, നിത്യമാണ്, സർവഗതമാണ്, അചലമാണ്, സ്ഥാണുവാണ്. അത് ക്ലിയറായി തോന്നുന്നുണ്ട്. ഇനി ശ്രീനാരായണ ഗുരുദേവൻ ഇതാണോ പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇതന്നെ, ഇതല്ലാതെ വേറെ എന്താ ശ്രീനാരായണ ഗുരുദേവൻ പ്രചരിപ്പിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയുടെ ഒരു പ്രചാരകനായിരുന്നു. നിങ്ങൾക്കറിയോ വിവേകാനന്ദ സ്വാമികൾ എന്താ പറഞ്ഞത്? വിശക്കുന്നവനോട് വേദാന്തം പറയുന്നത് അതവനെ പരിഹസിക്കലാണെന്ന്. ശ്രീനാരായണ ഗുരുദേവൻ വിശക്കുന്നവനോട് വേദാന്തം പറഞ്ഞു. അപാര ധൈര്യമുള്ള മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ. പലയിടത്തും വിവേകാനന്ദ സ്വാമികൾക്ക് കൗണ്ടറാണ് ശ്രീനാരായണ ഗുരു. നമ്മൾ രണ്ടുപേരെയും എന്താ പറയുക, അതിൻ്റെ ആ ഔന്നിത്യത്തിൽ ആരാധിക്കുന്ന ആളാണ്. വിവേകാനന്ദ സ്വാമികളാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും രണ്ട് ഘടാഘടിയന്മാരെന്ന് പറഞ്ഞാൽ അത് അസാമാന്യമായ ഔന്നിത്യത്തിൽ, ഈ ആധ്യാത്മിക ഔന്നിത്യത്തിൽ വിരാജിക്കുന്ന എന്താ പറയുക മഹാമനീഷികളാണ്, തർക്കമില്ല. പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ശ്രീനാരായണ വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിൽ കേരളം ഭ്രാന്താലയമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ, സമകാലികരാണല്ലോ ഇവർ രണ്ടുപേരും, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരവരല്ലേ. കാണാൻ അവർ പരസ്പരം അവസരം നഷ്ടപ്പെട്ടു പോയതാ. കൊച്ചിയിൽ വെച്ച് കാണാൻ അദ്ദേഹം വിവേകാനന്ദ സ്വാമികൾ ആഗ്രഹിച്ചിരുന്നു, കേട്ടിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്, കാണാൻ സാധിച്ചിട്ടില്ല.
ചട്ടമ്പി സ്വാമികളെ കാണുന്നതൊക്കെ നമുക്കറിയാലോ, ആ ചരിത്രം അറിയാം. തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, കൊച്ചിയിലൊക്കെ വിവേകാനന്ദ സ്വാമികളുടെ യാത്ര. അപ്പൊ കേരളത്തെക്കുറിച്ച് ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു പോയി. വിവേകാനന്ദ സ്വാമികളുടെ മണ്ഡലം കേരളമായിരുന്നില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതങ്ങനെ ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ് സീൽ ചെയ്ത് ഇതിനെ വിടുകയല്ല. ഇതിനെ വലിയ എന്താ പറയുക, വിജ്ഞാനത്തിൻ്റെ ആലയമാക്കി, സ്നേഹത്തിൻ്റെ ആലയമാക്കി, കാരുണ്യത്തിൻ്റെ ആലയമാക്കി. മൂപ്പര് അതിന് കൗണ്ടർ എഴുതി. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്താ, കേരളം ഭ്രാന്താലയമാണെന്ന്. അപ്പോൾ മൂപ്പര് എന്താ എഴുതി, കൗണ്ടർ എഴുതി അരുവിപ്പുറത്ത്. ഇത് വിവേകാനന്ദ സ്വാമികൾക്കുള്ള മറുപടിയാണെന്നൊന്നും ഇല്ല. നമ്മൾ വായിക്കണം. അവിടെയാ നമ്മുടെ കേമത്തരം. എന്താ എഴുതിയത്, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം അല്ലേ. അപ്പൊ ഇവിടെ എന്തില്ല, അത് മൂപ്പര് എഴുതി വെച്ചു. ശ്രീനാരായണ ഗുരുദേവൻ അത് എഴുതി. അതൊരു മറുപടിയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു നമ്മൾ പറയും ഈ മയിൽപ്പീലി കുത്ത് എന്ന് പറയും. ഈ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് അതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അതുകൊണ്ടൊരു കുത്തുകുത്തിയ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ പരിപാടികളും വളരെ നിശബ്ദമാണ്, എല്ലാമാണ്. പട്ടിണി പാവങ്ങളോട് വേദാന്തം ഗാന്ധിജിക്ക് മൂപ്പര് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ നിരാഹാരത്തിനൊക്കെ കൃത്യമായ നിർവചനം ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള, നമ്മളൊക്കെ ഉദാഹരിക്കുന്ന ഒരു കാര്യമാണല്ലോ, എന്ത്, പട്ടിണി പാവങ്ങളോട് വേദാന്തം പറയരുത്, അത് അവരെ പരിഹസിക്കലാണ് എന്ന്. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു, പട്ടിണിയുടെ പരകോടിയിലിരിക്കുന്നവർക്ക് യജ്ജാതി വേദാന്തം, സനാതനധർമ്മം ഉപദേശിച്ചു. വല്ല തെളിവുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളിത് പലരും ദിവസവും വൈകുന്നേരം എടുത്ത് ചൊല്ലുന്നുണ്ട്. പക്ഷേ ഇത് ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ ചൊല്ലുന്നേ ഉള്ളൂ. സനാതനധർമ്മത്തിന് ഭഗവത്ഗീതയിൽ എന്ത് നിർവചനമാണോ നൽകിയത്, ആ നിർവചനമാണ് ശ്രീനാരായണ ഗുരുദേവൻ ദിവസവും വൈകുന്നേരം നിർബന്ധമായി നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞ് സമൂഹത്തിന്, സമാജത്തിന് നൽകിയ ഗുരുദേവന്റെ ഗദ്യ പ്രാർത്ഥന.